ഹായ് ഫ്രണ്ട്സ്, ഒരു ബുൾ മാർക്കറ്റിലെ പല സ്റ്റോക്കുകളും അതിൻ്റെ 52 വീക്ക് ഹൈയിൽ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ എത്തുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ അവയിൽ നല്ല ഫണ്ടമെൻറ്റൽസ് ഉള്ള സ്റ്റോക്കുകളും വീക്ക് ഫണ്ടമെൻറ്റൽസ് ഉള്ള സ്റ്റോക്കുകളും ഉണ്ടാവും. നല്ല ഫണ്ടമെൻറ്റൽസും നല്ല ബിസിനസ് ഗ്രോത്തും അതേപോലെ ടെക്നിക്കൽ ചാർട്ടിൽ ശക്തമായ ട്രെൻഡ് നിലനിൽക്കുകയും ചെയ്യുന്ന, എന്നാൽ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 5% കൂടുതലായിട്ട് കറക്റ്റൊക്കെ ചെയ്ത് നിൽക്കുന്ന 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ R4Iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് മാർക്സ് ആൻഡ് ഫാർമ എന്ന് പറയുന്ന ഫാർമ സെക്ടറിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും ഈ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ഫോർമുലേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്, അതായത് ഓവർ ദ കൗണ്ടറിൽ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഈ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫാർമ പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ച് ഈ ഓൺകോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ആൻറ്റി ഡയബറ്റിക്, അതുപോലെ ആൻറ്റിബയോട്ടിക്, കാർഡിയോ വാസ്കുലർ, പെയിൻ മാനേജ്മെൻറ്റ്, ഗൈനക്കോളജി, അങ്ങനെയുള്ള മെഡിക്കലിൻ്റെ വിവിധ മേഖലകളിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഇത്തരം ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് മാർക്സ് ആൻഡ് ഫാർമ. അപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 7400 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 163 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ, ഇത് രണ്ടും ഇപ്പോഴാണ് ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് 179 അപ്പോൾ ആ 179 നിന്നിപ്പോൾ ഏകദേശം 9% ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റും. അതാണിപ്പോൾ ഒരു 163 എന്നുള്ള പ്രൈസ് റേഞ്ചിൽ നമുക്കിപ്പോൾ സ്റ്റോക്ക് കിട്ടുന്നത്. ഇതിൻ്റെ PE റേഷ്യോ 25 ഇൻഡസ്ട്രി PE 32.9. അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാളും താഴെയാണ് ഈ സ്റ്റോക്ക്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 3.95 അതൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി ROCE നോക്കുകയാണെങ്കിൽ 22%, ROE 18% ഉണ്ട്. അത് നല്ല ഒരു 2 നമ്പേഴ്സാണ്. ഇനി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.06 ഒരു സീറോ ഡെപ്റ്റ് കമ്പനി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കമ്പനി കൂടിയാണ് മാർക്സ് ആൻഡ് ഫാർമ. ഇനി ഇതിൻ്റെ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 15% മേലെയുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്തും 5 വർഷത്തെ CAGR 51.8% നമുക്ക് കാണാൻ കഴിയും. അതേപോലെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിലുള്ള സെയിൽസ് ഗ്രോത്ത് അതിൻ്റെ പ്രീവിയസ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 19% ഒരു വർധനവുണ്ട്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തിൻ്റെ 51% ഒരു വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ ഈ കമ്പനിയിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 43.8% ആണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ കൂടാതെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 15% മേലെയുള്ള ഒരു സ്റ്റേക്കും കാണാൻ കഴിയും. കൂടാതെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 4% മുകളിലുള്ള ഒരു സ്റ്റേക്കും ഈ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ വളർന്നു വരുന്ന ടെക്നിക്കൽ ചാർട്ട് വെച്ച് നോക്കുമ്പോഴും അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്ത് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് മാർക്സ് ആൻഡ് ഫാർമ നമുക്ക് അതിൻ്റെ ബിസിനസ് മോഡൽ വെച്ചും അതിൻ്റെ ബിസിനസ് ഗ്രോത്ത് വെച്ചും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അടുത്ത സ്റ്റോക്ക് LT ഫുഡ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് പ്രധാനമായിട്ടും ഈ റൈസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. റൈസിൻ്റെ മില്ലിംഗ്, അതിൻ്റെ പ്രോസസ്സിങ്, അതിൻ്റെ മാർക്കറ്റിംഗ്, പ്രധാനമായിട്ടും ബസ്മതി, ബ്രാൻഡഡ് ബസ്മതിയും നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ബസ്മതി റൈസും മാനുഫാക്ചർ ചെയ്യുന്ന, കൂടാതെ അത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും നല്ലൊരു തോതിലുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൈസ് ബ്രാൻഡാണ് LT ഫുഡ്സ്. അവരുടെ ബസ്മതി റൈസ് കൂടാതെ ഇവരുടെ റൈസ് പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ബ്രൗൺ റൈസ്, വൈറ്റ് റൈസ്, സ്റ്റീംഡ് റൈസ്, പാർബോയിൽഡ് റൈസ്, ഓർഗാനിക് റൈസ്, കുക്കിംഗ് റൈസ്, കൂടാതെ വാല്യൂ ആഡഡ് റൈസ്, ഫ്ലേവേർഡ് റൈസ്, അങ്ങനെ തുടങ്ങി ഈ മേഖലയിൽ വലിയ റിസർച്ചുകൾ നടത്തിക്കൊണ്ട് പുതിയ പുതിയ ഇന്നോവേറ്റീവ് റൈസ് പ്രൊഡക്റ്റുകൾ ഒക്കെ മാർക്കറ്റിൽ ഇറക്കുന്ന ഈ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് LT ഫുഡ്സ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമുക്ക് കാണാൻ കഴിയുന്ന 7046 കോടിയാണ്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 203 രൂപയാണ്. ഹൈ ഓൾ ടൈം പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 52 വീക്ക് ഹൈ രണ്ടും 235 രൂപയാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ 13% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ 203 രൂപയ്ക്ക് ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 13.6 മാത്രമാണ്. ഇൻഡസ്ട്രി PE 40.7. അപ്പോൾ വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ ഇത് അണ്ടർ വാല്യൂഡ് ആണ്, 2.31 ആണ്. അത് 3ൽ താഴെയാണ്. നല്ലൊരു
അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫിഗറാണ്. ഇനി ROC നോക്കുകയാണെങ്കിൽ 17.1%, ROE 16.8% ഉണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.32 എന്ന് പറയുന്ന ഒരു ആവറേജ് ഡെപ്റ്റ് മാത്രമുള്ള ഒരു കമ്പനിയാണ് LT ഫുഡ്സ്. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 13.9%, പ്രോഫിറ്റ് ഗ്രോത്ത് 5 വർഷത്തേത് ആവറേജ് 24.3%. ഇനി കഴിഞ്ഞ 4 ക്വാർട്ടറിലുള്ള സെയിൽസ് ഗ്രോത്ത് 18.1%, അത് പ്രീവിയസ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 18.1% വർധനവും, പ്രോഫിറ്റ് ഗ്രോത്തിൽ 60.5% ഒരു ഗ്രോത്തുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 51% എന്നുള്ള ശക്തമായ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 6% സ്റ്റേക്കും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 5% സ്റ്റേക്കും ഈ കമ്പനിയിലുണ്ട്. അപ്പോൾ LT ഫുഡും തീർച്ചയായും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. ഇനി അടുത്ത കമ്പനി ട്രാക്ഷൻ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഇൻ്റലിജൻസ് ഡാറ്റയാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് കമ്പനികൾക്ക് അവരുടെ മാർക്കറ്റിംഗ് മേഖലയിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള വിവിധ ജോഗ്രഫിക് സെക്ടറിലുള്ള കമ്പനികളെക്കുറിച്ചും അതുപോലെ വിവിധ സെക്ടറിലുള്ള കമ്പനികളെക്കുറിച്ചുമൊക്കെയുള്ള കാര്യമായ വിവരങ്ങളും അതിൻ്റെ സോഴ്സുകളും ഒക്കെ കിട്ടുക, കൂടാതെ അതിൻ്റെ ബിസിനസ് ട്രാക്ക് ചെയ്യുക തുടങ്ങിയ മാർക്കറ്റിംഗ് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് ട്രാക്ഷൻ ടെക്നോളജിയുടേത്. അപ്പോൾ ഈ കമ്പനിയുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു ഡാറ്റാബേസ് ഇവർക്കുണ്ട്. അതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട അസറ്റ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചുകൊണ്ട് അവർ അതിനെ കസ്റ്റമൈസ് ചെയ്ത് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പോലെ ഇത് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 1125 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി, വളരെയധികം റിസ്കി ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണിത്. കാരണം മാർക്കറ്റ് ക്യാപ്പ് അത്രയേ ഉള്ളൂ, 1000 കോടിക്ക് റൗണ്ടിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 109 രൂപയാണ്. ഏറ്റവും ഹൈ പോയിട്ടുള്ള 122 രൂപയാണ്. അവിടെ നിന്ന് ഒരു 10% കറക്ഷനാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 39.1 ആണ്. ഇൻഡസ്ട്രി PE 40.2. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻഡസ്ട്രി PEയോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇത് എന്ന് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു അണ്ടർ വാല്യൂഡ് എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത് ഓവർ വാല്യൂഡ് എന്നും പറയാൻ കഴിയില്ല. കാരണം അതൊരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 10% കറക്റ്റ് ചെയ്താണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 17.3 ആണ്. അതും കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ PB റേഷ്യോ ആണ്. അപ്പോൾ അതും നമ്മൾ ഒരു റിസ്ക് എലമെൻ്റ് ഈ സ്റ്റോക്കിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി ROC 11.9, ROE 68.9 ആണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0 ആണ്. അപ്പോൾ ഒരു 0 ഡെപ്റ്റ് കമ്പനിയാണ് എന്നത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 15%, പ്രോഫിറ്റ് ഗ്രോത്ത് 600%. അപ്പോൾ അതൊരു അമേസിങ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. ഇനി കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 22.9, പ്രോഫിറ്റ് വേരിയൻറ്റ് കഴിഞ്ഞ 5 വർഷത്തേത് 24.2 ആണ്. അപ്പോൾ ബിസിനസ് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഒരു വമ്പിച്ച കുതിച്ചാട്ടമാണ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സ്റ്റോക്ക് ഇതിൻ്റെ ശക്തമായ റാലി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 35.2% മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതൊരു ചെറിയൊരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് എന്നുള്ളതും ഈ സ്റ്റോക്കിൽ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു എലിമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 3.93 ആണ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 17%. അപ്പോൾ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിലുണ്ട്. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 17% സ്റ്റേക്ക് എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റേക്കാണ്. അപ്പോൾ അത് തീർച്ചയായും ഈ സ്റ്റോക്കിൽ ഒരു അഡ്വാൻറ്റേജ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണെങ്കിലും നമുക്ക് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ പ്രസൻസ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ നല്ല കറക്ഷനിൽ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ആ ഒരു വാല്യുവേഷൻ കുറച്ചുകൂടി നല്ലൊരു വാല്യുവേഷനിൽ കുറച്ചും കൂടി ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ വരുവാണെങ്കിൽ നല്ലൊരു എൻട്രി പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 സ്റ്റോക്കുകൾ ഈ ഒരു കറക്ഷൻ ടൈമിൽ പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡി നടത്തിക്കൊണ്ട് സ്വന്തമായ ഡിസിഷൻ എടുത്തുകൊണ്ട് ഈ സ്റ്റോക്കുകളെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.